അസുഖങ്ങളും അപകടങ്ങളും മൂലം ആയിരക്കണക്കിന് ആളുകൾ അനുദിനം മരിക്കുന്നു. അതിന്റെ എത്രയോ മടങ്ങ് പേർക്ക് ഗൗരവമായ പരിക്കുകൾ സംഭവിക്കുന്നു. ശരിയായ പ്രഥമ ശുശ്രൂഷ ലഭിച്ചിരുന്നെങ്കിൽ ഇതിൽ വലിയൊരു ഭാഗം തടയുവാനോ തീവ്രത കുറയ്ക്കുവാനോ സാധിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ഒരാൾ കുഴഞ്ഞു വീഴുന്നത്? നമ്മുടെ ശരീരത്തിലെ രണ്ട് പ്രധാന അവയവങ്ങളാണ് തലച്ചോറും ഹൃദയവും. തലയോട്ടിക്കകത്ത് ഭദ്രമായിരിക്കുന്ന അവയവമാണ് തലച്ചോറ്. ചങ്ക് അഥവാ ഹൃദയം നമ്മുടെ ശരീരത്തിൻ്റെ നെഞ്ചിൻ്റെ ഒരല്പം ഇടതോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും സുപ്രധാന അവയവമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാവുന്ന മറ്റൊരു സുപ്രധാന കാര്യവും കൂടിയുണ്ട്. പക്ഷേ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഈ ചങ്ക് അല്ലെങ്കിൽ ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളിലേക്ക്, എല്ലാ അവയവങ്ങളിലേക്കും ഓക്സിജനും മറ്റ് പ്രധാനപ്പെട്ട സംവിധാനങ്ങളുമൊക്കെ എത്തിച്ചേർക്കുകയും ചെയ്യപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചങ്കാണ് ഈ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 3 മിനിറ്റ് തലച്ചോറിലേക്ക് രക്തസഞ്ചാരം ഇല്ലാതായാൽ ഒരാൾ അബോധാവസ്ഥയിലേക്ക് പോകും. ഇത് 10 മിനിറ്റ് നീണ്ടു നിൽക്കുകയാണെങ്കിൽ നികത്താനാവാത്ത നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. ഒരു നിർജ്ജീവ വസ്തുവിനെ പോലെ അയാൾ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടതായി വന്നേക്കാം. ഇത് തടയുക എന്നതാണ് പ്രഥമ ശുശ്രൂഷയും ജീവൻ രക്ഷാപ്രവർത്തനങ്ങളും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ് തലച്ചോറിലേക്ക് രക്തസഞ്ചാരം ഇല്ലാതാകുന്നത്. ചിലപ്പോൾ ഗൗരവമായ അസുഖങ്ങൾ മൂലമാകാം. മറ്റു ചിലപ്പോൾ അത്ര തന്നെ ഗൗരവമല്ലാത്ത അസുഖങ്ങൾ മൂലമാകാം. ഇതിനെക്കുറിച്ച് ഒരു ചെറിയ അറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു പ്രധാന കാരണം ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ്. ഇത് ഹൃദയസ്തംഭനമാകാം, ഹൃദയാഘാതമാകാം. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പിന്നീട് വിശദീകരിക്കാം. ചിലപ്പോൾ മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക് മൂലമാകാം. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ അടയുന്നത് മൂലമോ തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ ആണ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. മറ്റു ചിലപ്പോൾ തലക്കേൽക്കുന്ന പരിക്കുകൾ മൂലമാകാം കുഴഞ്ഞു വീഴുന്നത്. പ്രമേഹം അഥവാ ഡയബറ്റീസ് കുഴഞ്ഞു വീഴാനിടയാക്കിയേക്കാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോഴാണല്ലോ ഒരാൾ പ്രമേഹ രോഗിയെന്ന് പറയുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചാലും ക്രമാതീതമായി കുറഞ്ഞാലും അബോധാവസ്ഥയിലേക്ക് പോകാം. പാമ്പുകടിയേൽക്കുന്നതും ഭക്ഷണ സാധനങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസതടസ്സം വരുന്നതും നിർജ്ജലീകരണവും കുഴഞ്ഞു വീഴുവാൻ കാരണമാകാം. മറ്റു ചിലപ്പോൾ അമിതമായ ക്ഷീണവുമാകാം. അറിയാതെയോ മനഃപൂർവ്വമായോ വിഷവസ്തുക്കൾ കഴിക്കുന്നതും കുഴഞ്ഞു വീഴുന്നതിനും അബോധാവസ്ഥയിലേക്ക് പോകുന്നതിനും ഇടയാക്കിയേക്കാം. ഇത്തരം വ്യത്യസ്ത സാഹചര്യങ്ങളെക്കുറിച്ചും ആ സമയത്ത് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും എല്ലാവർക്കും ചെറിയ അറിവെങ്കിലും ഉണ്ടാക്കുക എന്നതാണ് IMAയുടെ ലക്ഷ്യം. ശരിയായ ജീവൻ രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷയും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ജനങ്ങളിലേക്ക് അവരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെ എമർജൻസി ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് അഥവാ അടിയന്തര ചികിത്സ പരിശീലനം ആരംഭിച്ചത്. മുമ്പ് പറഞ്ഞ വിവിധ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയും ജീവൻ രക്ഷാപ്രവർത്തനങ്ങളും വ്യത്യസ്തമാണ്. ഇത്തരം അസുഖങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും ചെറിയ അറിവെങ്കിലും എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിനായി IMA-ELSന്റെ ആഭിമുഖ്യത്തിൽ പുസ്തകങ്ങളും വീഡിയോകളും ലഘുലേഖകളും പ്രസിദ്ധീകരിച്ചു വരുന്നു. സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ളവരുടെയും സന്നദ്ധ സംഘടനകളുടെയും ഭരണകൂടത്തിൻ്റെയും സഹകരണമുണ്ടെങ്കിൽ നമുക്ക് ഈ ലക്ഷ്യം കൈവരിക്കാം. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. ഇതിനായി IMA തയ്യാറാക്കുന്ന പുസ്തകങ്ങളും വീഡിയോകളും കഴിയുന്നത്ര ആളുകളിൽ എത്തിക്കുമല്ലോ. ഓരോ പൗരനും ഒരു ജീവൻ രക്ഷാപ്രവർത്തകൻ. പരിശ്രമിക്കാം നമുക്കൊന്നായി.